Hi guys, welcome back to my YouTube channel Hello English. In this video we will be discussing the poem The Chants of Humming written by Rumi. So about the author Jalal ad-Din Muhammad Rumi എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഇദ്ദേഹം ഒരു 13th century പേർഷ്യൻ പോയിറ്റാണ്. അദ്ദേഹത്തിൻ്റെ മാഗ്നം ഒപ്പസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് മസ്നവി എന്ന് പറയുന്ന വർക്കാണ്. ഇനി മാഗ്നം ഒപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും സെലിബ്രേറ്റഡ് ആയിട്ടും കാണപ്പെടുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിനാണ് നമ്മൾ മാഗ്നം ഒപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വർക്കായിട്ട് ഇദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് മസ്നവി എന്ന് പറയുന്നൊരു വർക്കാണ്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ പോംസ് എല്ലാം ആക്ച്വലി എഴുതിയിരിക്കുന്ന പേർഷ്യൻ ലാംഗ്വേജിലാണ്, പക്ഷെ പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹം ഒരു ഗസൽ പോയിറ്റാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് ഗസൽസ് ഒക്കെ എഴുതുന്ന ഒരാളാണ് അദ്ദേഹം. ഇനി ഇദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളിലും വളരെ വലിയ ആശയങ്ങളൊക്കെയാണ് ഇദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ പോം. ഐ വിൽ റീഡ് ഇറ്റ് ഫസ്റ്റ്. ദ ചാൻസ് ഓഫ് ഹമ്മിങ്. A man standing on two logs in a river might do all right floating with the current while humming in the now. Though if one log is tied to a camel who is also heading south along the bank at the same pace, all could still be well with the world unless the camel thinks he forgot something and abruptly turns upstream. Then most minds do not live in the present and can stick to a reasonable plan. Most minds abruptly turn and undermine the chance of humming. So this is the poem, The Chance of Humming. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈൻ നമുക്ക് നോക്കി പോവാം. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എ മാൻ സ്റ്റാൻഡിങ് ഓൺ ടു ലോഗ്സ് ഇൻ എ റിവർ. അപ്പോൾ കഥയിലെ സിറ്റുവേഷൻ എന്താണ്? ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാലുകൾ രണ്ട് തടി കഷ്ണത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു നദിയിലൂടെ യാത്ര ചെയ്യുകയാണ്. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ടു ലോഗ്സ്. ലോഗ് എന്ന് പറയുന്നത് ഒരു തടിക്കഷ്ണമാണ്. അപ്പോൾ രണ്ട് തടിക്കഷ്ണത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. എതിലെയാണ് യാത്ര ചെയ്യുന്നത്? ഒരു റിവറിലൂടെ യാത്ര ചെയ്യുകയാണ്. ആൻഡ് മൈ ഡു ഓൾ റൈറ്റ് ഫ്ലോട്ടിങ് വിത്ത് കറൻറ്റ്. അപ്പോൾ ഫ്ലോട്ടിങ് വിത്ത് കറൻറ്റ് ആണ്. കറൻറ്റ് എന്ന് പറഞ്ഞ ഒഴുക്കാണ്. അപ്പോൾ ഒഴുക്കിനൊത്ത് നീന്തുക എന്ന് പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹം ആ ഒരു ഒഴുക്കിനൊത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു റിവറിലൂടെ. എങ്ങനെയാണ്? വൈൽ ഹമ്മിങ് ഇൻ ദ നൗ. അപ്പോൾ അദ്ദേഹം ഹമ്മിങ് ചെയ്യുന്നുണ്ട്. ഹമ്മിങ് എന്ന് പറയുന്നത് നമ്മൾ മൂളിപ്പാട്ട് പാടുക എന്നുള്ളതിനാണ് ഹമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ ഈസി ആയിട്ട് ആ ഒരു റിവറിലൂടെ രണ്ട് തടി കഷ്ണത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു തടിക്കഷ്ണം അദ്ദേഹം മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ആ ഒരു തടിക്കഷ്ണത്തിനെ ഒരു ക്യാമലിനോട് ബന്ധിച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ക്യാമൽ മൂവ് ചെയ്യുന്നത് ഇതിലൂടെയാണ്, റിവർ ബാങ്കിലൂടെ അതേ സ്പീഡിൽ ഇവരോടൊപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്യാമൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, അതിൻ്റെ കാലിലേക്ക് ഒരു തടിക്കഷ്ണം കെട്ടിവെച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ പിന്നീടും ഇവരുടെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് പോയിക്കൊള്ളും. ഓൾ കുഡ് സ്റ്റിൽ ബി വെൽ വിത്ത് ദ വേൾഡ്. അപ്പോൾ എന്താണ്, എല്ലാം വളരെ സുഗമമായിട്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ മൂവ് ചെയ്യും. എപ്പോൾ വരെ? അൺലെസ് ദ ക്യാമൽ തിങ്സ് ഹി ഫോർഗോട്ട് സംതിങ് ആൻഡ് അബ്രപ്റ്റ്ലി ടേൺസ് അപ്സ്ട്രീം. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമൽ പെട്ടെന്ന് എന്തോ മറന്ന പോലെ തിരിച്ച് നടക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ക്യാമലിൻ്റെ മൂവ്മെൻറ്റ് മാറ്റുകയാണ് എങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനുഷ്യൻ്റെ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു യാത്രയ്ക്ക് വളരെ വലിയ ഒരു മാറ്റം സംഭവിക്കും അല്ലേ? ഉറപ്പായും അദ്ദേഹം വെള്ളത്തിലേക്ക് വീഴുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിന് വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആൻഡ് ഇനിയാണ് നമ്മളുടെ കവിതയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയത്തിലേക്ക് വരുന്നത്. ദെൻ ഓ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം തെറ്റിപ്പോയാൽ നമ്മൾ പറയുന്ന ഒരു റിട്ടൺ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സൗണ്ട്. നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന ഒരു സൗണ്ടിൻ്റെ ഒരു റിട്ടൺ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് അത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇനി അദ്ദേഹം പറയാണ്: മോസ്റ്റ് മൈൻഡ്സ് ഡു നോട്ട് ലിവ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ക്യാൻ സ്റ്റിക്ക് ടു എ റീസണബിൾ പ്ലാൻ. മോസ്റ്റ് മൈൻഡ്സ് അബ്രപ്റ്റ്ലി ടേൺ ആൻഡ് അണ്ടർമൈൻ ദ ചാൻസ് ഓഫ് ഹമ്മിങ്. ഇവിടെയാണ് നമ്മളുടെ കവിതയിലെ ഏറ്റവും വലിയ മെസ്സേജ് വന്നിരിക്കുന്നത്. കവി പറയാണ്, എല്ലാ മനുഷ്യരും ഭൂരിപക്ഷം ജനങ്ങളും ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരാണ്. മോസ്റ്റ് മൈൻഡ്സ് ഡു നോട്ട് ലിവ് ഇൻ ദ പ്രസൻറ്റ്. എങ്ങനെ? ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ അവരുടെ മനസ്സ് പ്രസൻറ്റിലല്ല ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിലും അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹാപ്പിനെസ് ഒന്നും എൻജോയ് ചെയ്തല്ല ഒരു ഭൂരിപക്ഷം ആളുകളും ജീവിക്കുന്നത്. അവരെന്ത് ചെയ്യും? ഭാവിയെ പറ്റിയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഭൂതകാലത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞുപോയ കാലത്തെയും അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെയും അതുപോലെ
കഴിഞ്ഞു പോയ കാലത്തെയും ഒന്ന് നമുക്കിനി ഒന്നും മാറ്റാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ നമ്മളെ കൊണ്ട് സാധിക്കില്ല അല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതത്തിനെ അത് വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഈ ഒരു ഐഡിയ ആണ് പോയിട്ട് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഭാവിയെപ്പറ്റി വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക, കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി വിഷമിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വഴി നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മളുടെ ചെറിയ ചില സന്തോഷങ്ങളും അല്ലെങ്കിൽ വളരെ ചെറിയ ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് നല്ല നിമിഷങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു. അപ്പോൾ കവിതയിലുടനീളം റൂമി നമ്മളോട് പറയാണ്, ഇതുപോലെ നാളെക്കുറിച്ച് അമിതമായിട്ട് ആശങ്ക വയ്ക്കാതെ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലങ്ങളെപ്പറ്റി വിഷമിച്ചുകൊണ്ടിരിക്കാതെയൊക്കെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ആദ്യം ആ മനുഷ്യൻ ആ ഒരു 2 ലോഗിൽ ചവിട്ടി നിന്നുകൊണ്ട് മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് വളരെ ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ വളരെ ഈസി ആയിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് വേറെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അദ്ദേഹം ഇങ്ങനെ പോവാണ്. അപ്പോൾ റൂമി പറയുന്നത് ഇത് തന്നെയാണ്, നമ്മൾ പ്രസൻറ്റിൽ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ അതിനായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇദ്ദേഹം സഞ്ചരിച്ചതുപോലെ വളരെ കൂളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് റൂമി പറയുന്നത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ പോംസൊക്കെ റൊമാൻറ്റിക് ആൻഡ് സ്പിരിച്വൽ ഇമേജസ് ആൻഡ് മോട്ടീവ്സ് കൊണ്ട് വളരെ റിച്ചാണ്. ആൻഡ് കമ്പാരിസൺസ് നമുക്ക് കാണാം, മിസ്റ്റിക്കൽ വ്യൂസ് കാണാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള റൈറ്റിങ്സാണ് ഇദ്ദേഹത്തിൻ്റേത്. നമ്മളുടെ കവിതയിൽ കാണുന്ന ഈ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ യാത്രയാണ് നമുക്ക് നമ്മളുടെ ലൈഫിനെ തന്നെയായിട്ട് കമ്പയർ ചെയ്യാം. ഇറ്റ് ഈസ് ആൻ അല്ലിഗറി ഫോർ ദ ജേർണി ഓഫ് ലൈഫ് ഇറ്റ് സെൽഫ്. നമ്മുടെ ലൈഫ് തന്നെയാണിത്. ഇനി 2 വുഡൻ ലോഗ്സ് എന്ന് പറയുമ്പോൾ ഈ 2 വുഡൻ ലോഗ്സ് സിഗ്നിഫൈ ചെയ്യുന്ന 2 ട്രൂട്ട്സിനെയാണ്. ഒന്ന് ലൈഫ് ആൻഡ് ഡെത്ത്, മറ്റൊന്ന് ബോഡി ആൻഡ് സോൾ, പിന്നീട് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ്. ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്കതിൻ്റെ മീനിങ്സ് എടുക്കാം. ലൈഫ് ആൻഡ് ഡെത്ത് ആണ് എങ്കിൽ ലൈഫിൻ്റെയും ഡെത്തിൻ്റെയും ഇടയിലുള്ള ഒരു സമയത്ത് മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ്, പ്രസൻറ്റും പാസ്റ്റും ഒരുപോലെ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകണം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റിനെ ബാധിക്കും. ആൻഡ് റൂമി പറയാണ്, ഒരു വ്യക്തിയുടെ ലൈഫിൽ അതിന് മാക്സിമം ഹാപ്പിനെസ് തരുന്നത് പ്രസൻറ്റ് തന്നെയാണ്. അതിൽ പാസ്റ്റിനോ ഫ്യൂച്ചറിനോ ഒന്നും ഒരു റോളില്ല. അതിന് നമ്മൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ആ ഒരു ട്രാവലറിൻ്റെ ആ ഒരു ട്രാവലിംഗ് ഡിസ്ട്രപ്റ്റ് ആയ പോലെ തന്നെ നമ്മളുടെ ലൈഫിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് അഡ്വേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടാവും എന്നാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് ഹി ഓൾസോ അഡ്വൈസസ് ഹിസ് റീഡേഴ്സ് ടു ഫ്ലോ ഫ്രീലി വിതൗട്ട് എനി റിമോഴ്സ് ഫോർ ദ പാസ്റ്റ് ആൻഡ് ആൻസൈറ്റി ഫോർ ദ ഫ്യൂച്ചർ ഇഫ് ദേ വോണ്ട് ടു ബി ഹാപ്പി. ഒരു മനുഷ്യന് സന്തോഷവാനായിട്ടിരിക്കണം എന്നാണ് അയാളുടെ ആഗ്രഹമെങ്കിൽ അയാൾ ഒരിക്കലും ഭാവിയെപ്പറ്റി ഒരുപാട് ചിന്തിച്ചു കൂട്ടാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആകുലപ്പെടാതെ കഴിഞ്ഞു പോയ കാലങ്ങളെപ്പറ്റി പശ്ചാത്തപിക്കാതെ ഇരിക്കണം. അതായത് ഇപ്പോൾ അയാൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഇപ്പോൾ അയാളുടെ ഹാപ്പിനെസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അയാളെ സന്തോഷിപ്പിക്കുന്ന എന്തൊക്കെയാണ്, അയാൾക്ക് ഇഷ്ടമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലൈഫിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഓരോ ചെറിയ മൊമെൻറ്റുകളും എൻജോയ് ചെയ്താൽ മാത്രമേ അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അയാളുടെ ജീവിതം ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ആൻഡ് ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 sentences. ഹൗ ഈസ് ദ മാൻ ഏബിൾ ടു ഹം ഇൻ ദ നൗ? ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു കവിതയിലെ മനുഷ്യൻ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ മൂളിപ്പാട്ട് പാടാനായിട്ട് സാധിക്കുന്നത്, ഹം ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? അദ്ദേഹം വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ കറൻറ്റിനകത്ത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഈസിനെസ് കൊണ്ടാണ് അദ്ദേഹം ഹം ചെയ്യുന്നത്. ദെൻ വേർ ഈസ് ദ മാൻസ് ക്യാമൽ ഹെഡിങ് ആൻഡ് വാട്ട് പേസ്? ആ ഒരു ക്യാമൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈസ് ഹെഡഡ് സൗത്തിലേക്കാണ് പോകുന്നത്. കറൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇനി ഈ ഒരു ക്യാമൽ നടന്നു പോകുന്നത് റിവർ ബാങ്കിലൂടെയാണ്. സെയിം പേസിൽ അതേ സ്പീഡിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ഡു ദ ജേർണി ഓഫ് ദ ക്യാമൽ ആൻഡ് ദ മാൻ ഗോ ഇൻ ടാൻഡം വിത്ത് ഈച്ച് അതർ? അപ്പോൾ ഇതെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. രണ്ടും ഒരേ പേസിലായതുകൊണ്ട് തന്നെ ഇവരുടെ മൂവ്മെൻറ്റും സെയിം ആണ്. അതുകൊണ്ട് ഇവർക്ക് ഇൻ്ററപ്ഷൻസോ അല്ലെങ്കിൽ ട്രബിൾസോ ഒന്നും വരുന്നില്ല. ഇനി എപ്പോഴാണ് ഈ ഒരു ക്യാമൽ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിന് മാറ്റം വരുത്തിക്കൊണ്ട് നേരെ തിരിയുന്നത്? എപ്പോഴാണ്? എന്തോ മറന്നു അല്ലേ, ഫോർഗോട്ടൺ സംതിങ്, അതിനെപ്പറ്റി ഓർത്തുകൊണ്ട് ഈ ഒരു ക്യാമൽ നേരെ തിരിയുന്നു. ഇനി ആ ഓ എന്ന ഒരു എക്സ്ക്ലമേഷൻ എന്താണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിട്ടൺ റെപ്രസെൻറ്റേഷനാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിന് വളരെ വലിയൊരു മാറ്റം സംഭവിച്ചു. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഫറൻസ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ അക്കോർഡിംഗ് ടു റൂമി, വാട്ട് ഡു മോസ്റ്റ് മൈൻഡ്സ് ഡു? റൂമിയുടെ അഭിപ്രായത്തിൽ
ഭൂരിപക്ഷം ആളുകളും എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഭൂരിപക്ഷം ആളുകളും എന്താ ചെയ്യുന്നത്? ഡു നോട്ട് ലിവ് ഇൻ ദ പ്രസൻറ്റ്. അവരൊന്നും ഒരിക്കലും പ്രസൻറ്റിലല്ല ജീവിക്കുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ്, ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ദ മാൻ. അപ്പോൾ എങ്ങനെ വരും? ആ ഒരു മനുഷ്യൻ ആദ്യം 2 ലോഗ്സിൽ ചവിട്ടി നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഫ്ലോട്ടിംഗ് വിത്ത് കറൻറ്റ് ആണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു ലോഗ് ക്യാമലിനോട് ടൈ ചെയ്തിരിക്കുകയാണ്. ക്യാമലും അതേ പേസിലാണ് മൂവ് ചെയ്യുന്നത്. പെട്ടെന്ന് ഇത് തിരിയുമ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ജേർണിയിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ദെൻ ഹൗ അക്കോർഡിംഗ് ടു റൂമി വിൽ എ മാൻ ലോസ് എ ചാൻസ് ഓഫ് ഹമ്മിങ്. റൂമിയുടെ അഭിപ്രായത്തിൽ എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഹമ്മിങ്ങിൻ്റെ ചാൻസ് നഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് a man can lose his chance of humming if he is obsessed with the thoughts of the future and the past. ഒരാൾ എപ്പോഴാണ് ഈ ഒരു ഹമ്മിങ്ങിൻ്റെ ചാൻസ് നഷ്ടപ്പെടുത്തുന്നത്? അദ്ദേഹത്തിൻ്റെ പാസ്റ്റിനെ പറ്റിയും അതുപോലെ ഫ്യൂച്ചറിനെ പറ്റിയും ഓവറായിട്ട് ടെൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആൻസൈറ്റിയോട് കൂടിയിരിക്കുന്ന നിമിഷങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചാൻസ് ഓഫ് ഹമ്മിങ് നഷ്ടപ്പെടുത്തുന്നത്. ഹൗ ക്യാൻ മോസ്റ്റ് മൈൻഡ്സ് ഗെയിൻ പ്ലെൻറ്റി ഓഫ് ചാൻസസ് ഫോർ ഹമ്മിങ്? അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇഫ് ദേ ഫോക്കസ് ഓൺ ഫ്യൂച്ചർ ഓർ റിവ്യൂ ദ പാസ്റ്റ് ദേ ലോസ് ദെയർ ചാൻസസ് ഓഫ് ഹമ്മിങ്. റൂമി എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു എക്സ്പീരിയൻസ് ദ കറൻറ്റ് മൊമെൻറ്റ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. അതിനായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദെൻ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അവിടെയും നമ്മളുടെ ആ ഒരു ലൈനാണ് തന്നിരിക്കുന്നത്. മോസ്റ്റ് മൈൻഡ്സ് ഡു നോട്ട് ലിവ് ഇൻ ദ പ്രസൻറ്റ്. ദിസ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദിസ് ഈസ് ദ മെസ്സേജ് ഓഫ് ദിസ് വെരി പോം. ഓക്കെ, ആൻഡ് സോ ദിസ് ഈസ് അബൌട്ട് ദ poem The Chance of Humming. I think you have got this. So thank you.